നമ്മെ തേടി എല്ലാ ദേവഗണങ്ങളും ആഗതമായിട്ടുണ്ടല്ലോ. എന്താണാവോ കാരണം? നാരദരെ പറഞ്ഞാലോ? നാമോ അങ്ങേക്കെന്താ ഇന്ദ്രദേവ ചോദിച്ചാല്? നാരദരെ അങ്ങിപ്പോ ഹാസ്യം പറയാൻ നിൽക്കാതെ പോയി ചോദിച്ചാലും നാം അങ്ങേ കൊണ്ടുവന്നത് ഇതെല്ലാം ചോദിക്കാനല്ലേ? നാരായണ നാരായണ, നമുക്ക് നാരായണോട് ഒരു കാര്യം പറയാനുണ്ട് ദേവ. ആഗതമായത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാലും. നാരായണ, നമുക്കൊരു സംശയം. പാർവതിയും മഹാദേവനും പുനർജന്മം എടുത്തതല്ലേ ദുർഗയും ഭൈരവനും? അതെ. പിന്നെന്താണ് നാരായണ കാളിയുടെ പങ്ക്? നാരദരെ, അങ്ങ് കാണാതെ പോയ കുറെ കാര്യങ്ങൾ ഈ കഥയിലുണ്ട്. പാർവതി ദേവി രണ്ടായാണ് ജന്മമെടുത്തത്. ഒന്ന് പാർവതിയുടെ തന്നെ മായയാണ്, എന്ന് വെച്ചാൽ ഇരുവരും പാർവതി ദേവി തന്നെയാണ്. എങ്കിൽ ഒരു പാർവതിക്ക് മഹാദേവനെ സ്വന്തമാക്കാൻ കഴിയെങ്കിൽ എന്തുകൊണ്ട് മറ്റേ പാർവതിക്കും കഴിയില്ല? ആ പാർവതിക്കും മഹാദേവനിൽ അധികാരമുണ്ട്. ആയതിനാൽ ഒരു ജന്മം കൂടി മഹാദേവനും പാർവതി ദേവിക്കും എടുക്കേണ്ടതായി വരുന്നതാണ്. അതുകൊണ്ടാണ് കാളിക്ക് വീണ്ടും നാം പുനർജന്മം കൊടുത്തതും ഭൈരവന്റെ തന്നെ പാതിയായി കാളിയെ നാം പുനർജനിപ്പിച്ചതും. നാരായണ നാരായണ, എങ്കിലും നാരായണ നമുക്ക് വീണ്ടും ഒരു സംശയം. പറഞ്ഞാലും. അതായത് ഇപ്പോഴുള്ള പാർവതിയും മഹാദേവനും എന്ന് വെച്ചാൽ ദുർഗയും മനുവും, അവരും അപ്പോൾ മഹാദേവനും പാർവതിയും തന്നെയായല്ലേ ജീവിക്കുന്നത്? അല്ല. അല്ലെന്നോ? എന്ന് വെച്ചാൽ ഇരുവർക്കും സ്വന്തമായതോടുകൂടി ഇരുവരിലെയും ദൈവികമായ ശക്തി അവരെ വിട്ട് സ്വതന്ത്രമായിരിക്കുകയാണ്. ഇപ്പോൾ അവർ ജീവിക്കുന്നത് സാധാരണ മനുഷ്യരെ പോലെയാണ്. മനുവും ദുർഗയും എന്ന പേരിൽ രണ്ട് മനുഷ്യ സ്ത്രീകളിൽ ജനിച്ച രണ്ട് മനുഷ്യ ജന്മങ്ങളായി. ഓ, അപ്പോ നാരായണ കാളിയുടെയും ഇനി വരാൻ പോകുന്ന ഭൈരവന്റെയും കഥ എന്തായിരിക്കും? കാലഭൈരവനെ സ്വന്തമാക്കാൻ ദുർഗാദേവിക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നില്ലേ? അതുപോലെ തന്നെ കാളിയെ സ്വന്തമാക്കാൻ ഭൈരവൻ തന്നെ പരിശ്രമിക്കണം. എന്ന് വച്ചാൽ ഇപ്രാവശ്യം പാർവതി ദേവിയെ സ്വന്തമാക്കാൻ മഹാദേവൻ തന്നെ പുറപ്പെടണമെന്ന്. ഇനിയുള്ള ഓരോ പരീക്ഷണങ്ങളും ഭൈരവനുള്ളതാണ്. കാളിയെ സ്വന്തമാക്കാനുള്ള പരീക്ഷണങ്ങൾ. നാരായണ നാരായണ, നാം സംതൃപ്തനായിരിക്കുന്നു. എങ്ങനെയുണ്ട്? എപ്പോഴും പറയുന്നത് പോലെ തന്നെ ദേവി, ഗംഭീരം. എന്നാൽ മനുവേട്ട, നിങ്ങളിതാ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവെക്കോ, ഇപ്പൊ മോൻ വരും. ദേവി, നീ ധൃതി കൂട്ടാതെ, ഞാൻ വെച്ചോളാം. അല്ല, നിങ്ങൾ എപ്പോഴാ കമ്മിറ്റി പോകുന്നേ? അത് 10 മണിക്ക് പോയാ മതി. മാമിയേ, മാമോയ് പോയി. വന്നല്ലോ ഇവിടുത്തെ സൂര്യൻ. ഇപ്പൊ നല്ലാതെ. ഏഴരായിന്ന് അറിയിക്കാൻ വന്നതാണോടാ? അതെ അതെ, യെസ് ഡെഫിനറ്റ്ലി. അല്ല, റിട്ടയർഡ് മാഷിന് ഇന്ന് കമ്മിറ്റി ഇല്ലേ? ഉണ്ടടാ, 10 മണിയാവും. ആഹാ, അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളി സമയം പറഞ്ഞില്ല. അവനോട് ഞാൻ സമയം പറഞ്ഞില്ലായിരുന്നടാ, അതാ. ഓ അതെ, മതി സംസാരിച്ചത്. നീ വന്ന് കയറിയിരുന്നേ, ഫുഡ് കഴിക്കാം. അയ്യോ മാമി, വേണ്ടെന്ന് പറയാനാണ് ആ വായ പൊക്കുന്നതെങ്കിൽ വേണം. അവൻ വരട്ടെ മാമി, അതല്ലേ പതിവ്. എങ്കിൽ കുറച്ച് കാത്തിരിക്കട്ടോ. അതാണല്ലോ പതിവ്, കാത്തിരിക്കാം. അമ്മ, ചായ. പോയി പല്ല് തെക്കടി, നാറ്റടിക്കണ്, എന്നിട്ട് കുടിക്കി. ഓ, വന്നല്ലോ കാട്ടുമാക്കാൻ. കാട്ടുമാക്കാൻ നിന്റെ മറ്റവൻ. അത് തന്നെയാ പറഞ്ഞത്. എന്താ? ഓ, ഒന്നിലടാ പട്ടി, നിനക്ക് എന്താണ്? കൃതി. സോറി അമ്മ, അവനാ. ഓ, പോയിരുന്ന് കുടിക്ക്. കോളേജ് ഉള്ളതല്ലേ, വന്ന വർഷം കീയും ബോംബും കളിക്കാതെ രണ്ടും. ഞാൻ പോവല്ലേലോ. എന്തിനാണ് നീ എന്റെ കൊച്ചിനെ ദേഷ്യം പിടിപ്പിച്ചത്? ഇതൊക്കെ ഒരു രസല്ലേ മാമ? അവള് ദേഷ്യം പിടിക്കുന്നത് കാണാൻ തന്നെ എന്ത് രസല്ലേ? രസം അധികമായാൽ വയറിന് കേടാ, മറക്കണ്ട. അല്ലടാ, എന്റെ അളിയനും പെങ്ങളും ആദ്യമോളൊക്കെ എന്ത് പറയുന്നു? ഓ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല മാമ.
ആദ്യം കോളേജിൽ പോയി എന്തോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന്. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം പറയണ്ടല്ലോ. അമ്മ പറയുന്നത് കേട്ട് ക്യാമറയും തൂക്കി പിന്നാലെ നടപ്പുണ്ട് അച്ഛൻ. പണ്ടേ നിന്റെ മുത്തശ്ശി ഒരു കാര്യം പറയായിരുന്നു, ജ്യോതിക്കൊരു കൊച്ചായിട്ടുണ്ടെങ്കിൽ അവൾക്ക് പക്വത വരും, എല്ലാം ശരിയാവുമെന്ന്. ഇപ്പൊ കൊച്ചുങ്ങളിൽ രണ്ടാ. പക്വത എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ അവളുടെ അടുത്ത് കൂടെ പോലും പോകുന്നില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവളെ അങ്ങനെ കാണാനാ രസം. എ ബണ്ടിൽ ഓഫ് ജോയ്, ഇറ്റ്സ് ഓൾവേസ് ജോയ്. പിന്നല്ലാതെ മാമ, ശരിക്കും അവരുടെ പ്രണയം കാണുമ്പോൾ എനിക്ക് കുശുംബ. എനിക്കും അതുപോലെ ആവാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത്. ഓ, അതൊക്കെ കഴിയുന്നേ. അതിനീ കാട്ടുമാക്കന്റെ സ്വഭാവം മാറ്റിയാ മതി. ഡേ, അയ്യോ അമ്മയത്തെ ഞാൻ കുളിച്ചിട്ട് വരാം. എന്റെ മോളെ, ഹാൻഡ്സ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് അതിന്റെ അർത്ഥം. സത്യം, ഈ ചേട്ടന് കിട്ടുന്നവൾ ഭാഗ്യവതിയാണ്. അത്രയും ഹോട്ട് 6 ആൻഡ് ഹാൻഡ്സും അല്ലേ. അത് മാത്രമോ, സ്നേഹിക്കുന്ന കാര്യത്തിലും കരുതലിന്റെ കാര്യത്തിലും എല്ലാം ഒന്നിനൊന്ന് മെച്ചല്ലേ. എനിക്ക് ആ ചേട്ടനോട് ഇഷ്ടം പറയണമെന്നുണ്ട്. ബട്ട് റിജക്റ്റ് ചെയ്താൽ നാട് മൊത്തം അറിയും. ഓ അത് ശരിയാ, അതല്ലേ ഞാൻ പറയാത്തെ. എന്നാലും പോയി സംസാരിക്കുന്നത് തെറ്റില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് സംസാരിച്ച് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യാം. ഓക്കെ ഡി. കുട്ടാ, ആ സിദ്ധുവേട്ടാ, ഇത് ഞങ്ങളുടെ ഭാഗത്ത് ബാക്കി വന്ന കൂപ്പണാണ്. ഇത് നീ മാഷക്ക് കൊടുക്കണം. ആ ഞാൻ അച്ഛന് കൊടുത്തോളാം ചേട്ടാ. ശരി എന്നാ. ആ ശരി. കുട്ടേട്ടാ, ആ ബാസുരിയും ടീമും എല്ലാരും ഉണ്ടല്ലോ. എന്താണ്? ഏട്ടാ, എൻ്റെ ഒരു പിക്ചർ വരച്ചു തരോ? കുറേ ഞാൻ കുറച്ചു പേരോട് ചോദിക്കുന്നു, ബട്ട് ആരും ചെയ്തു തന്നില്ല. ഐഷ്, വരച്ചു തരാട്ടോ. എനിക്ക് നല്ല ടൈറ്റ് ഷെഡ്യൂളാണ്, ബിസിയാണ്. എങ്കിലും ഞാൻ സൺഡേ വരയ്ക്കാൻ നോക്കാം. ഓക്കെ? പിക്ചർ ഏട്ടൻ്റെ നമ്പർ തരോ? ഞാൻ ഫോട്ടോ അയച്ചു തരാം. ഓ ഓക്കെ. 82 85. എങ്കിൽ ഞാൻ പോട്ടെ, ജോലിയുണ്ട്. ശരി കുട്ടേട്ടാ, ബൈ. ബൈ. എടി ബിഗറി, ചുളിവിൽ നമ്പർ ഒപ്പിച്ചല്ലേ, പിന്നെ അല്ലാതെ. നോക്കിക്കോടി, ഇനിയാണ് കളി മൊത്തം. അമ്മേ, ഫുഡ് വെച്ചോ? ആ വെച്ചു കുട്ടാ, കയറുവാ, വന്നിരുന്ന് കഴിക്കേ. ആരത്? ആരുവോ? നിന്റെ പാദരക്ഷയൊന്നും പുറത്ത് കണ്ടില്ലായിരുന്നു. പാദരക്ഷകൾ ഞാനെടുത്ത് അപ്പുറത്ത് വെച്ചു. ഇന്നലെ ആ നായ കടിച്ചോടിയത് നീ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അതെങ്ങനെ നായ കടിക്കാണ്ടിരിക്കുക? ഏത് നായനും കണ്ടാലും അനാവശ്യമായി കല്ലെടുത്ത് എറിയുന്നതല്ലേ നിന്റെ സ്വഭാവം. അപ്പൊ ഐറ്റങ്ങൾ അതെടുത്തിട്ട് പോയില്ലെങ്കിലേ ഉള്ളൂ. എടാ, ഒന്നല്ലേ ഞാൻ നിന്റെ സോൾമേറ്റ് അല്ലേടാ? നീ എന്തിനാണ് എന്നെ എപ്പോഴും ഇങ്ങനെ ചീത്ത പറയുന്നത്? ഏട്ടൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? മാലാക്കിയുടെ മുഖവും കാട്ടുമാക്കന്റെ സ്വഭാവം വെച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാത്തിലും അപ്പുറം സംഭവിക്കും അല്ലേട്ടാ? അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് നിനക്ക് എന്താടി പെണ്ണെ പ്രശ്നം? എനിക്ക് നിങ്ങളെ കാണുമ്പോ ഇങ്ങനെ വെറുതെ ഇരുന്ന് ചോറിയാൻ തോന്നും. മാമി, ഡി, എന്റെ കൊച്ചിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാണ്ടിരുന്ന് കഴിച്ചടി. നിനക്ക് കോളേജിൽ പോകാനുള്ളതല്ലേ? ഇവന്മാരുടെ കൂടെ ഇറങ്ങണമെങ്കിൽ വേഗം ആവട്ടെ. ഓ, രണ്ടും കണക്കാ. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പുറത്തെ ചെവിയിലും ഇപ്പുറത്തെ ചെവിയിലും ഇത് തിന്നും. കഴിച്ചു തുടങ്ങിയില്ലേ? സമയം ഒരുപാടായി, വേഗം ഇരുന്ന് കഴിച്ചേ. ആ കഴിക്കുവാ അച്ഛാ. മാഷേ, മാഷേ. ആരാ അത്? നിങ്ങളിരുന്ന് കഴിക്കേ, ഞാൻ നോക്കിയിട്ട് വരാം. ആ ഏട്ടാ, ചെല്ല്. എന്താ വിലാസിനി? മാഷേ, എന്താന്ന് അറിഞ്ഞൂടാ. രാവിലെ തൊട്ട് പൊള്ളുന്ന പനിയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള നേരില്ല. ഉച്ചയ്ക്ക് ആൾക്ക് പരീക്ഷയുണ്ട്. ഡോക്ടർ കുഞ്ഞിനോട് ഒന്ന് എന്റെ മോളൊന്ന് നോക്കാൻ പറയോ? ആ ഞാൻ വിളിക്കാം. നീ കൊച്ചിനെ ആ കസേരമ്മയ്ക്ക് ഇരുത്ത്, ഞാൻ അവനിപ്പോ കൊണ്ടുവരാം. ആ ശരി. കുട്ടാ, ആ വിലാസിനോട് കൊച്ചിന് നല്ല പനിയടാ. അതിന് ഉച്ചയ്ക്ക് എക്സാം ഉണ്ടെന്ന്. നീ ഒന്ന് പോയി നോക്ക്. ആ അച്ഛാ. അല്ല, അവനൊന്നും കഴിച്ചില്ല. സാറില്ലമ്മേ, ഞാൻ ഇനി ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. എടാ, നീ എന്ന ബാഗൊക്കെ ഇട്ട് വണ്ടി എടുക്കാൻ നോക്ക്. ഞാൻ നോക്കിയിട്ട് നമുക്ക് നേരെ ഇറങ്ങാം. ആടാ ശരി. അതെ, ഈ പനി എങ്ങനെ വന്നേ? അതറിഞ്ഞൂടാ.
അമ്മ ഒന്ന് പുറത്തേക്ക് നിന്നേ, ഞാൻ മോളായിട്ടൊന്ന് സംസാരിക്കട്ടെ. ശരി കുട്ടാ. അമ്മ പോയി, ഇനി പറ. കള്ളം പറയാൻ പാടില്ല. അതെ, അമ്മയോട് പറയോ? ഇല്ല, ഞാൻ ഒന്നും പറയില്ല. ഞാനുണ്ടല്ലോ ഇന്നലെ കൂട്ടുകാരുടെ കൂടെ ഐസ്ക്രീം തിന്നു. ഐസ്ക്രീം തിന്നാൻ പാടില്ല അമ്മ പറഞ്ഞതാ, പക്ഷെ ഞാൻ തിന്നു. അതുകൊണ്ട് നേരം വെളുത്തപ്പോ പനിയായി. അതെ, അമ്മമാരൊക്കെ എന്തെങ്കിലും നമ്മളോട് വേണ്ടാന്ന് പറഞ്ഞാൽ അത് വേണ്ടാന്നാണ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് പ്രശ്നം, അത് ദോഷമുണ്ടാക്കും. അതുകൊണ്ട് ഒരിക്കലും എൻ്റെ കുഞ്ഞെ പെണ്ണ് അമ്മ പറഞ്ഞത് കേൾക്കാണ്ടിരിക്കരുത് കേട്ടോ. ഇല്ല ഡോക്ടറെ, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. അമ്മ പറഞ്ഞത് കേട്ടോളാം. ഗുഡ് ഗുഡ്. അപ്പൊ ഈ മരുന്നൊക്കെ കഴിച്ച് കഞ്ഞൊക്കെ കുടിച്ച് നല്ല ആരോഗ്യത്തോടു കൂടി ഇനി കാണുമ്പോ ഇങ്ങോട്ട് വരണം കേട്ടോ. ശരി അമ്മ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആടാ, സൂക്ഷിച്ച് പോയിട്ട് വാ. അച്ഛാ, ആടാ, പോയിട്ട് വാ. പിന്നെ ആ സിദ്ധുവേട്ടൻ തന്ന കൂപ്പൺ ഞാൻ അച്ഛൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്തേക്കേ. ആടാ, ഞാൻ എടുത്തോളാം. കൃതി, കോളേജ് എത്തിയിടി, ഇറങ്ങ്. ശരി കാട്ടുമകനെ, ബൈ. ഓ, ഈ പെണ്ണ് നിന്റെ പെങ്ങൾ ഇങ്ങനെ പോയി എൻ്റെ കയ്യിന്ന് വാങ്ങിച്ചു കൂട്ടും. അതന്നെ എനിക്കും പറയാനുള്ളത്. അവളേന്ന് വാങ്ങിച്ചു കൂട്ടാണ്ടിരിക്കും. ഇവിടെ എന്തുവാണ്, ആങ്ങളും കൊള്ളാം പെങ്ങളും കൊള്ളാം. ഒരിത്തിരി നിന്റെ അച്ഛൻ്റെ അമ്മയുടെ റൊമാൻസ് നിനക്ക് കിട്ടിയിരുന്നെങ്കിൽ എല്ലാം മനസ്സിലാക്കേണ്ട പ്രായം കഴിഞ്ഞു. ഇതിപ്പോ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, എന്തിനാണാവോ ഞാൻ ഇങ്ങനെ കൊണ്ടെടുക്കുന്നത്. നീ എന്നെ ആക്കിയതല്ലോ അല്ലേ? പോയല്ലോ. ഹോസ്പിറ്റലെത്തി. അയ്യോ, നോക്കടി, എന്ത് നല്ല സുന്ദരന്മാരാണല്ലേ. നമ്മുടെയൊക്കെ ഭാഗ്യം ഇവരുടെ അണ്ടറിൽ നേഴ്സുമാരായിട്ട് നിൽക്കാൻ പറ്റിയത്. എത്ര ഹോട്ട് ആൻഡ് സെക്സിയാണ് രണ്ടുപേരും. അതെ, ഇത്രയും ഭംഗി വെച്ചിട്ട് ഇവർക്ക് ലൈനില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിച്ചേ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെപ്പോഴെങ്കിലും ഫോണും കൊണ്ട് നടക്കുന്നതോ ആരെങ്കിലും കൂടെ ഡേറ്റ് പോകുന്നതോ അല്ലെങ്കിൽ ഈവൻ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ചെയിനോ മാലയോ റിങ്ങോ ഒന്നും തന്നെ അവരുടെ ദേഹത്ത് കാണുന്നില്ല. അപ്പം തന്നെ വിശ്വസിച്ചൂടെ, ദേ ആർ സ്റ്റിൽ സിംഗിൾ. ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഇവർക്ക് ഇത്രയും ഭംഗി ഉണ്ടെങ്കിൽ ഇവർ അച്ഛന്മാർക്കും അമ്മമാർക്കും അപ്പം എന്തോരം ഭംഗി ഉണ്ടാവും. മിസ് വേൾഡ് മിസ്റ്റർ വേൾഡ് ആയിരിക്കും. എക്സ്ക്യൂസ് മീ, ഞങ്ങൾ നോക്കി വെള്ളമിറക്കി കഴിഞ്ഞെങ്കിൽ ഡ്യൂട്ടിക്കുള്ളവർക്ക് ഞങ്ങളുടെ പിന്നാലെ വരാം. ഈ കാട്ടുമക്കാൻ. സോറി പെങ്ങന്മാരെ, നിങ്ങൾക്ക് ഇപ്പൊ വർക്കുണ്ടെങ്കിൽ നമ്മുടെ പിന്നാലെ ഫോളോ ചെയ്യാം. യെസ് ഡോക്ടർ. വരുണേ, എന്തല്ല സുഖം മൊത്തേ. അല്ല, മനു വന്നില്ലേ? ഇല്ലടാ, വിളിച്ചപ്പോ വന്നോണ്ടിരിക്കാന്നാ പറഞ്ഞത്. എത്ര നാളായാലും ഇതുപോലൊക്കെ ഒന്ന് കൂടിയിട്ട്. അതിനാർക്ക് എവിടുന്ന സമയം, എല്ലാവരും അവരവരുടെ തിരക്കിൽ അങ്ങോട്ടായിപ്പോയി. അതെ. അല്ല, ജാനു എന്തു പറയുന്നു? ജാനു എന്ത് പ്രത്യേകിച്ച് പറയാൻ, വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് പോകുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ മക്കളില്ലാത്ത ഒരു വിഷമം മാത്രമേ ഉള്ളൂ. എടാ, നീ എന്ത് ക്രൂരനായ തന്തയാടാ. അമ്മയുടെ അടുത്തുനിന്ന് പിള്ളേരെ മാറ്റി നിർത്തിയാ പിന്നെ അവൾക്ക് സങ്കടം ഉണ്ടാവൂലേ? പിന്നെ അവർക്ക് പുറത്തു പോയി പഠിക്കണം എന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്താ ചെയ്യാ? എനിക്ക് കിട്ടാത്തതൊക്കെ എൻ്റെ മക്കൾക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുള്ളൂ. അവർക്ക് പുറത്തു പോയി പഠിക്കണം എന്ന് പറഞ്ഞു, ഞാനത് ചെയ്തു കൊടുത്തു. പക്ഷെ അതിനെങ്ങനെ കഴിയുന്നു എന്നാണ്. എടാ, എനിക്ക് എൻ്റെ പിള്ളേരെൻ്റെ കൺമുമ്പിൽ തന്നെ കാണണം, ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ ആരോനെയും ആദ്യനെയും ഞാൻ ഇവിടെ തന്നെ ഇട്ടേക്കുന്നേ. ഒരാൾ ഇവിടുത്തെ ഹോസ്പിറ്റലിലും ഒരുത്തിനെ ഇവിടുത്തെ കോളേജിലാക്കിയത്. പറയുമ്പോൾ ശരിയാണ്, പിള്ളേരെ നമ്മുടെ ചുറ്റുള്ളത് നല്ലതാ. പക്ഷേ ഒരിക്കലും അവരെ നമ്മുടെ ഇഷ്ടത്തിന് പിടിച്ച് വെക്കരുതെന്നാണല്ലോ. അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യട്ടെ എന്നായി. പിന്നെന്ന് വെച്ചാൽ സ്വന്തം കാലിൽ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാവശ്യം വരുമ്പോൾ ഞാനോ ജാനോ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കാലിൽ നിൽക്കണ്ടേടാ. അതിനൊക്കെ പ്രാപ്തി അവൻ തന്നെ ഒറ്റയ്ക്ക് ഓരോ സ്ഥലത്തേക്ക് വിടുന്നത്. രണ്ടുപേരും അവിടെ ഇപ്പൊ സ്ട്രോങ് ആണ്. നിനക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അല്ല, ഇതിപ്പോ എന്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജ്യോതി എന്ത് പറയുന്നു? പിള്ളേരും പ്രത്യേകിച്ച് എന്ത് പറയാൻ, അവള് വീഡിയോ എടുക്കാൻ പറയുന്നു, ഞാൻ വീഡിയോ എടുത്തു കൊടുക്കുന്നു. അതൊന്നും മാറിയിട്ട് പോലും ഇല്ലല്ലേ? എങ്ങനെ മാറാനാ? ഞാനല്ലേ കൊണ്ട് നടക്കുന്നത്. എന്റെ കൊച്ചു മാറുന്നത് എനിക്ക് കാണാനേ പറ്റില്ല. നിനക്കൊരു കാര്യം അറിയോ? നമ്മുടെ ആരുവിനെ പ്രസവിച്ച സമയത്ത് ഇവൾക്ക് പെട്ടെന്നൊരു ഡിപ്രഷൻ സ്റ്റേജ് വന്നിരുന്നു. ഈ സമയത്ത് എൻ്റെ ജ്യോതിമോളുടെ സ്വഭാവം ആകെ മാറിയിരുന്നു. അപ്പൊ ഞാൻ കരഞ്ഞിട്ടുണ്ട് എൻ്റെ പഴയ കൊച്ചിനെ എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി. എനിക്ക് എൻ്റെ കുസൃതി കുടുക്കയായ ജ്യോതിനെ ഇഷ്ടം. അതെന്നെ ആയാ മതി. റൊമാൻസ് വരുന്നടാ.
ആഹാ മനു വന്നല്ലോ. മനു മച്ചാനെ, അളിയന്മാരെ, മെസ്സിയുടെ തിണ്ടികളെ. എന്നാ പിന്നെ പരിപാടിയൊക്കെ കിടന്നാലോ? ഹാ വാ. 10 മണിക്ക് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ആരും എത്തിയില്ലേ? എത്തി. എന്നാൽ ആരും വന്ന് കസേരയിലിരിക്കൂ, നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിവിടെ ഈ കമ്മിറ്റി കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്നിവിടെ കൂടിയതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ നാഗക്കാവിൽ ഉത്സവമാണ് അടുത്ത മാസം. അപ്പോൾ അതിനു മുമ്പേ തന്നെ നമ്മൾ വ്രതവും നോമ്പും ഒക്കെ എടുക്കണം. അതിന്റെ കാര്യങ്ങൾ ഇനിയിപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊന്നും ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. നമ്മളിപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് നടത്തിക്കൊണ്ട് പോകുന്നതാണ്. പിന്നെ നോട്ടീസ് നമ്മൾ നാളെ അടിച്ചു വിടും. എല്ലാവരും അവരവരുടെ കയ്യിൽ കിട്ടുന്ന നോട്ടീസ് എല്ലാവർക്കും കൊടുക്കാൻ ശ്രമിക്കും. മനു, ചെറിയൊരു പ്രശ്നം. എന്തേടാ? അല്ല, തിരുമേനി വിളിച്ചിരുന്നു. പുള്ളി ഓൺ ദ വേ ആണ്, എന്തോ പറയാനുണ്ട് അത്രേ. ഓ, എന്നാ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമല്ലേ? ആ ശരി. തിരുമേനി, എന്താ പ്രശ്നം? ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങളും അറിയേണ്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു അനർത്ഥം കാണുന്നുണ്ട്. തിരുമേനി എന്തീ പറയുന്നേ? കഴിഞ്ഞ 31 വർഷമായിട്ടില്ലാത്തതെന്ത് ഇപ്പോ? അനർത്ഥങ്ങൾ വന്നുകൂടാൻ സമയവും കാലവും ദിവസങ്ങളും വേണ്ട. അവ സംഭവിക്കാനുള്ളതാണെങ്കിൽ സംഭവിച്ചിരിക്കും. എന്ത് അനർത്ഥമാണ് തിരുമേനി അങ്ങ് കണ്ടത്? അതൊരു ഉൾക്കാഴ്ചയായിരുന്നു. ശൂന്യമായിരിക്കുന്ന കൈലാസം. അവിടെ മഹാദേവന്റെ സാന്നിധ്യം മാത്രമേ കാണുന്നുള്ളൂ. തന്റെ ശക്തി അവിടെ കാണുന്നില്ല. എന്തോ മഹാദേവൻ തന്റെ പാതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് അതിൽ കണ്ടത്. വ്യക്തമായി പറയുകയാണെങ്കിൽ നമ്മളിവിടെ നിത്യവും വെച്ചാരാധിക്കുന്ന കാളി ദേവനിൽ നിന്നും ശക്തി ഇല്ലാതായിരിക്കുന്നു എന്ന്. ഒറ്റയ്ക്കിരിക്കുന്ന മഹാദേവനിലേക്ക് ശക്തി എത്തിച്ചേരുന്നത് വരെ കാളി ദേവന്റെ സാന്നിധ്യം ഇവിടെ കാണില്ല. അതിനപ്പോ എന്താ പ്രതിവിധി? മഹാദേവനെ തന്നെ ഇവിടെ എത്തിക്കണം. മഹാദേവൻ തന്നെ തന്റെ പാതയായ കാളിയെ കണ്ടുപിടിക്കണം. തിരുമേനി അങ്ങ് പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ മഹാദേവ പൂജയാണോ നടത്തേണ്ടത്? ഒരിക്കലുമല്ല. മഹാദേവൻ മനുഷ്യരൂപമായി ജന്മമെടുത്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ എത്തേണ്ട താമസം മാത്രമേ ഉള്ളൂ. പാർവതി ദേവിയുമായി അഥവാ കാളി ദേവനുമായുള്ള ശിവന്റെ സംഗമത്തിലാണ് തങ്ങൾ ആരാണെന്ന് ഇരുവരും അറിയുകയുള്ളൂ. ആ നിമിഷം ഇരുവരുടെയും പ്രണയമാണ് ഇനി ഈ നാടിനെ സംരക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ മനുഷ്യരൂപം എടുത്തിരിക്കുന്ന മഹാദേവനെ നമ്മൾ എങ്ങനെ ഇവിടെ എത്തിക്കും? കാലചക്രം അതിന് സാക്ഷിയാവും. വരാനുള്ളത് വന്നു ചേർന്നിരിക്കും. ശിവൻ ശക്തിയിൽ അലിഞ്ഞു ചേർന്നിരിക്കുക തന്നെ ചെയ്യും. Ladies and gentlemen, by popular request, our favorite singer is going to sing for us, and that too our favorite song, The God of Snake, going to be present. We should give them a big round of applause. Let's welcome Team Cobra. O silent king, a hiss that echoes like a whispered sting, golden eyes glowing through the darkened haze. The god of snake walks where mortals days. Coiled up in secrets death he bestows, crown of scales where mystery grows, venom like truth sharp and unseen. The god of snake rules like a dream. Under the moon, his empire wakes, a dance of danger, each move he makes. Fangs like daggers, a chilling decree. The god of snake sets his captives free. Wow, that was awesome, Bhairav. താങ്ക് യു.
മച്ചാനെ നീ തകർത്തു മോനെ പൊളിച്ചടിക്കില്ല. അല്ലെങ്കിൽ ഗോഡ് ഓഫ് സ്നേക്ക് എന്ന് പറഞ്ഞ സോങ് നീ ചെയ്തതിൽ ഏറ്റവും പെർഫെക്റ്റ് സോങ് ആണ്. എന്താ നിനക്ക് വയ്യേ? ഒന്നുമില്ല. എന്താടാ നീ വീണ്ടും ആ കണ്ണുകൾ കണ്ടോ? എടാ അപ്പൊ അതന്നെ കാരണം വെറുതെ എല്ലാം മൂടാകെ പോയത്. എന്റെ പൊന്നു മോനെ, ഒന്നില്ലെങ്കിൽ നീ വല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കും, അല്ലാന്നുണ്ടെങ്കിൽ വല്ല ബാധ ഒഴിപ്പിക്കണ ആളെ പോയി കാണും. അതെന്തിനാ ബാധൊഴിപ്പിക്കുന്നതിനാ? അല്ല പറയാൻ പറ്റില്ല, വല്ല പ്രേതാണെങ്കിലും ഈ കളിക്കണത്. ഒന്ന് പോട പ്രാന്തം, മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. അല്ലാണ്ട് പിന്നെ ഞങ്ങൾ എന്താ പറയാ? നീ എപ്പോഴും പറയും നീ ഡെയിലി ഒരു കണ്ണ് കാണുന്നുണ്ട്. എന്നാ ആ കണ്ണ് നീ നിന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ ഒന്നും ആരും അങ്ങനത്തെ കണ്ണായിട്ടില്ല. പിന്നെ നീ ഇങ്ങനെ വെറുതെ ഇമാജിൻ ചെയ്ത ഒരു കണ്ണ് കാണുന്നുണ്ടെങ്കിൽ അതിനങ്ങനെ വല്ല അർത്ഥം ഉണ്ടാവും. എടാ നിനക്കൊക്കെ എന്താടാ വയ്യേ? പ്രേതാണെങ്കിൽ അങ്ങനത്തെ കണ്ണായിട്ടാണോ ഇവിടെ വരാ? എന്തേ അങ്ങനെ വന്നൂടെ? നീ കണ്ടിട്ടില്ലേ ഈ നീലീനൊക്കെ എന്ത് സുന്ദരിയാന്നറിയോ? എന്റെ മുമ്പിൽ അങ്ങനെ വന്ന് പെടണം. 9 മാസത്തിനുള്ളിൽ ഞാനൊരു കൊച്ചിനെ കൊടുക്കുമായിരുന്നു. സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. അപ്പൊ രണ്ടെണ്ണം കൂടി എന്റെ ചെവിട്ടി കയറുന്ന ഓണോണ പറയരുത്. മാറിപ്പോടാ. പ്ലീസ്, അവൻ പറഞ്ഞതുപോലെ നീ വല്ല പ്രേതോ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തൊന്ന് സമാധാനായിട്ട് വിട്ടൂടെ? എന്തിനാ എന്റെ ഉറക്കത്തിലും എന്റെ സ്റ്റേജിലും എന്റെ മൈൻഡിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നേ? ശരി, നിന്റെ കണ്ണ് കാണാൻ നല്ല ഭംഗിയുണ്ട്. യെസ്, ഐ ഫാൾ ഫോർ യുവർ ഐസ്, ബട്ട് ദാറ്റ് ഡോണ്ട് മീൻ ലൈക്ക് എനിക്ക് എപ്പോഴും ഇത് കാണണമെന്ന്. എനിക്കൊന്ന് സമാധാനം തന്നൂടെ? മദ്യം ഇതുവരെ തൊട്ട് നോക്കത്ത ഞാനിപ്പോ ഡെയിലി കുടിക്കാം. കാരണം എന്താ? സ്വപ്നത്തിൽ വന്ന് നീ എന്നെ ഞെട്ടുണർത്തുന്ന കാരണം. ഞാൻ എന്ത് തെറ്റ് നിന്നോട് ചെയ്തത്? എനിക്ക് മടുത്തു. നോക്ക്, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. ഇപ്പോഴെങ്കിലും എന്റെ സ്വപ്നത്തിൽ വരാതിരിക്കും പ്ലീസ്. ദേവാ, വന്നല്ലേ? എന്തിനാ വന്നത്? ഞാൻ അമ്മനെ വിളിക്കാൻ പോവാ. ഹലോ അബി. ഹലോ അമ്മ. എടാ, ഇപ്പൊ ഈ സമയത്ത് അവിടെ രാത്രിയല്ലേ? നീ എന്താ ഉറങ്ങാണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? ഒന്നുമില്ല അമ്മ, അമ്മനോട് സംസാരിക്കാൻ തോന്നി, അതുകൊണ്ട് വിളിച്ചതാ. സത്യം മാത്രം പറയടാ കള്ളക്കഴിവേറി. നീ ആ കണ്ണ് വീണ്ടും സ്വപ്നം കണ്ടല്ലേ? അമ്മ. എടാ പോരാളി, എല്ലാം നിന്നെ കുറിച്ച് നന്നായിട്ട് എനിക്കറിയാം. ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം എന്തായി? അമ്മ, എനിക്ക് ഇപ്പൊ ലീവ് ഒന്നും കിട്ടൂല. എടാ നോക്ക്, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നാഗക്കുളത്തില് ഒരു നാഗത്തിന്റെ കാവുണ്ട്. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മാറാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. മാത്രമല്ല നീ കൂടെ പാമ്പിനെ കാണുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്. അവിടെ പോയി വല്ല പാമ്പിന്റെ ദോഷം ഉണ്ടെങ്കിൽ അത് മാറട്ടെ. അമ്മയ്ക്ക് അറിയാലോ ഞാൻ ഏത്തിസ്റ്റ് ആണ്. മാത്രമല്ല ഈ സൂപ്പർസ്റ്റീഷ്യസ് ഒക്കെ എങ്ങനെയാ അമ്മ ഈ കാലത്തും വിശ്വസിക്കുന്നത്? ഓ, ഇവൻ എന്ത് പറഞ്ഞാലും കേൾക്കൂല. നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്ക മനുഷ്യ. പറയാം. അബി. അച്ഛാ. എടാ നീ എങ്ങനെങ്കിലും ഒന്ന് വരാൻ നോക്കടാ, ഇല്ലെങ്കിൽ നിന്റെ അമ്മന്റെ ചെവി തിന്നും. എന്താ? ഒന്നുമില്ല, വരാൻ പറഞ്ഞതാ. അച്ഛാ, എനിക്ക് താല്പര്യമില്ല അച്ഛാ. സാരില്ലടാ, ഒരാഴ്ച വന്ന് നിന്നിട്ട് പൊക്കോ. അവിടെ നിന്റെ അമ്മയുടെ ഏതോ മാമിയുടെ മോൻ എങ്ങാണ്ടൊക്കെ താമസിക്കുന്നുണ്ട്. അവിടെ 2-3 ദിവസം നിന്ന് ഈ പൂജയൊക്കെ കഴിഞ്ഞ് നീ ചെല്ല്. അഥവാ മാറുകയാണെങ്കിലോ, എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യവും വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ ഇതിപ്പോ നിന്റെ കാര്യം നല്ലതാവുകയാണെന്നുണ്ടെങ്കിൽ ആവട്ടേന്ന്. ഞാനിവിടെ സംസാരിച്ച് നോക്കാം. ലീവ് കിട്ടുകയാണെങ്കിൽ മാത്രം വരാം. എടാ, നിനക്ക് ഈ ലീവ് കിട്ടാണ്ടോന്നല്ലെന്ന് എനിക്കറിയാം. നീ 5 വർഷമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഈ 5 വർഷത്തിന്റെ ബ്രേക്കിൽ അവരെന്തായാലും നിനക്ക് ലീവ് തരും. നീ എന്നോട് കള്ളാൻ പറയാൻ നിൽക്കണ്ട. അത്യാവശ്യം പഠിപ്പും വിദ്യാഭ്യാസം ഒക്കെ ഉള്ളത് തന്നെയാ ഞാനും. കണ്ടുപിടിച്ച് കൊച്ചു കള്ളൻ. വേഗം അവരോട് വെക്കേഷൻ തരാൻ പറ. ഓ പറയാ. അപ്പൊ ശരിയാന്നാ, ഞാൻ വെക്കുവാ. ശരി അച്ഛാ, അമ്മനോട് പറഞ്ഞേക്കാം. ആടാ. ദേവി, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടടി. എന്താ മനോട്ടാ, പറ. പക്ഷേ എനിക്ക് അങ്ങോട്ടൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും വലുതായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉത്സവമാകുമ്പോഴത്തേനും മനസ്സിലാക്കാമെന്ന് കരുതുന്നു. അമ്മേ, അച്ചോ, ഞങ്ങൾ എത്തിയിട്ടോ. ആടാ, കേറി വാ.
മാമീസി. ആ ഇതാരാ ആദ്യമോളോ? യെസ് യെസ്, വേഗം ഭക്ഷണം എടുക്ക, എനിക്ക് വിശന്നിട്ട് പാടില്ല. ഇപ്പൊ എടുക്കാട്ടോ, വേഗം പോയി കൈയും കാലൊക്കെ കഴുകി വന്നിരിക്കേ. ഓക്കെ കൃതി, വേഗം വാ. ആ ദാ വരുന്നു ചേച്ചി. എടി ഈ കുരുപ്പുണ്ടെങ്കിലേ നീ കൈയും കാലും കഴുകൂ. ആരേ പറയുന്നേ? കുട്ടേട്ടൻ സോഡ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് വേണ്ട കാട്ടുമക്കാനല്ലേ നിങ്ങള്? നഗ്നമായ സത്യം. നിങ്ങൾക്ക് എന്റെ കൂട്ടേട്ടനോട് ആവാമെങ്കിൽ എനിക്ക് ആദ്യേച്ചിനോട് ആവാ. നേക്കഡ് ട്രൂത്ത്. പന്നികൾ എന്റെ കൂടെ നിൽക്കണ്ട, അവളെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഡെഫിനറ്റ്ലി. ആ മതി മതി, വേഗം വാ, ഭക്ഷണം കഴിക്കാം. ഓക്കേ. അല്ലച്ചാ, കമ്മിറ്റി എന്തായി? ആ, അടുത്ത മാസം എന്തായാലും ഉത്സവം ഉണ്ടാവൂടാ. ആദ്യേച്ചി, കൃതിമോളെ, കോൺഫറൻസ് കോൾ. പിന്നെ അല്ലാണ്ട് ഞാനൊന്നും എടുക്കൂല. ഇയാൾ എടുക്കണ്ട ഏട്ടാ, നിങ്ങൾ എടുക്കണം. എന്നിട്ട് നമുക്ക് ഫുൾ പ്ലാൻ ചെയ്യണം. അതെ അതെ, എത്ര നാളെ തേജുവേട്ടനെയും തൻവേച്ചിനെയും കിയാനേട്ടനെയും ഒക്കെ കണ്ടിട്ട്. എടി തേജു, അങ്ങനെ പറഞ്ഞാ മതി, അവരെ നിനക്ക് കാണണ്ടേന്ന്. ആരു ഏട്ടാ? ഞാനൊരു നഗ്നമായ സത്യമല്ലേ പറഞ്ഞത്. അതും പറഞ്ഞ് എല്ലാവരും മുമ്പ് വെച്ച് പറയണോ? എന്തായാലും ഒരു ദിവസം എല്ലാവരും അറിയേണ്ടതല്ലേ. അതും പറഞ്ഞ് ഇപ്പൊ പറയണ്ട. ഓ ശരി മാഡം. ഹലോ ഹലോ ഹലോ, കേക്കുന്നുണ്ടോ? റേഞ്ച് കുറവാ, കേൾക്കുന്നില്ല. ഞാനൊന്നും പറയട്ടെ, എല്ലാവരും കേക്കാം. എന്താ എന്താ കേക്കണില്ല? വിറ്റുങ്ങളെ കൊണ്ട് വല്ലാത്ത നിർത്തി നിർത്തി പറ, കേൾക്കുന്നില്ല. റേഞ്ച് പോണെന്നേ. ആ നിങ്ങൾ എല്ലാവരും നിർത്തുന്നുണ്ടോ? ഇനി ഞാൻ മാത്രം ഇവിടെ സംസാരിക്കും, എല്ലാവരും ചുപ്പ് ചാപ്പ് ബൈട്ടോ. ഓക്കെ മാഡം, യു ക്യാരി ഓൺ. അടുത്ത മാസം ലാസ്റ്റ് ആണ് നമ്മളുടെ നാഗർകാവിലെ ഉത്സവം. ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെ പരിപാടി എന്നൊക്കെ അറിയാലോ. ഒരു മാസത്തിന് മുമ്പ് തന്നെ നിങ്ങൾ എല്ലാവരും ഇവിടെ ലാൻഡ് ആയിരിക്കണം. പുറത്തു പോയി ജോലി ചെയ്തതിനുള്ള എല്ലാ പൈസയും കൊണ്ട് എല്ലാവരും ഇവിടെ എത്തണം. എന്നിട്ട് നല്ല നല്ല കടയിൽ കയറി നിങ്ങളുടെ പെങ്ങന്മാർക്കും അനിയന്മാർക്കും ഒക്കെ നല്ല സാധനങ്ങൾ വാങ്ങിച്ചു തരണം. അത് മാത്രം ഞാൻ കേട്ടില്ല, എനിക്ക് റേഞ്ച് കിട്ടിയില്ല. ആ അതെ അതെ, എനിക്കും കേട്ടില്ല. എന്താ പറഞ്ഞേ? ദാരിദ്ര്യം പിടിച്ച കസിൻസ്. പിന്നെ ഇവിടെ വന്ന് എന്തൊക്കെ പരിപാടി എല്ലാവർക്കും അറിയാലോ. നമ്മൾ അടിച്ചു പൊളിക്കും. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഏതോ ഒരു കൊച്ചിനെ അടിച്ചു പൊളിച്ചിട്ട് ആകെ സീനാക്കിയത് പോലെ. ഇവിടെ കാറ്റുമൊക്കെ നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചൊന്നും മിണ്ടാണ്ടിരിക്കോ? ഇതെന്ത് കൊച്ചത് കടിച്ച് തിന്നാൻ വരുന്നോ? ഓ രണ്ടെണ്ണം ഒന്നും മിണ്ടാണ്ടിരിക്കോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ മൂന്നനും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ എന്തായാലും ഒരു കല്യാണം കൂടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് വേണം. ഇപ്പൊ അല്ലാതെ തന്നെ നമ്മുടെ കൂട്ടുകാരന് ആരുവിനൊക്കെ നല്ല പ്രായമുണ്ട്. നിങ്ങൾ വേഗം കല്യാണം കഴിച്ചു പോയാൽ ഞങ്ങൾക്ക് അടുത്തത് നോക്കായിരുന്നു. എന്തായാലും ഞാനിപ്പോ കെട്ടാൻ പോണില്ല, വേണമെങ്കിൽ ആരുനെ നമുക്ക് കെട്ടിക്കാം. നിങ്ങളൊരു കൊച്ചിനെ കണ്ടുപിടിച്ച് തരാണെങ്കിൽ ഞാൻ എന്തായാലും കെട്ടാം, എനിക്കുള്ള പ്രശ്നമൊന്നുമില്ല. എന്താ ഉണ്ടകണി നോക്കണു? കോണ്ണുണ്ടാട്ടട പന്നി. എടാ മക്കളെ, നമ്മളോട് ഉത്സവത്തിന്റെ കാര്യം പറഞ്ഞത്, അല്ലാണ്ട് കല്യാണത്തിനല്ല. എല്ലാവരും ഈ ടോപ്പിക് ഒന്ന് വിടോ. കൊണ്ട് നല്ലോണം കണ്ടിട്ടുണ്ട്. മനുവേട്ടാ, നാത്തുമാരോട് അളിയന്മാരോടൊക്കെ വരാൻ പറഞ്ഞിട്ടില്ലേ? ആ അവര് വരൂടി, 2 ദിവസം കഴിഞ്ഞാൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനവരൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഉത്സവത്തിന് മാത്രമല്ല എല്ലാവർക്കും ഇങ്ങോട്ട് വരാൻ പറ്റാറുള്ളൂ. ആ ദിവസങ്ങളിലായിരിക്കും ഇവിടെ അടിയും ഇടിയും ഒച്ചയും തമാശയും കളിയും ചിരിയും ഒക്കെ കാണാൻ പറ്റും. എന്ത് രസമല്ലെങ്ങനെ. അതേടി, എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് കൂട്ടുകുടുംബമായിട്ട് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുന്നു. പക്ഷേ ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായ കുറച്ച് സ്വാതന്ത്ര്യം വേണ്ടേ. അത് കിട്ടണമെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റായേ പറ്റൂ. പണ്ടൊക്കെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വാശി കാരണമായിരുന്നു അച്ഛന്മാരമ്മമാരൊക്കെ ഒരു കുടുംബത്തിൽ താമസിച്ചത്. പക്ഷെ ഇപ്പം അങ്ങനെ വാശി പിടിക്കാൻ തക്കതായ ആരുമില്ലാത്ത കാരണം എല്ലാവരും സ്പ്ലിറ്റായി. അവരവരുടെ നല്ല ജീവിതം നോക്കിപ്പോയി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് കൂടുമ്പോഴാണ് അതിന് വേറൊരു സൗന്ദര്യം ഉണ്ടാവുക. അതന്നെ മതിയില്ലേ? മതി. എന്നാവാ കിടന്നുറങ്ങാം, സമയം ഒരുപാടായി. അതേച്ചി വേഗം ഓടിവായോ, ഏട്ടന്മാരെ എണീപ്പിക്കാനുള്ള ടാസ്ക് ഉണ്ട്. എടി ഇന്ന് ഞായറാഴ്ചയാണ്, നമ്മളെ എണീപ്പിച്ചെന്നും പറഞ്ഞ് നമ്മളെ തല്ലാൻ വന്നാലോ? അത് സാരമൊന്നുമില്ല, നമ്മൾ എണീറ്റില്ലേ അതുപോലെ അവർ എണീക്കണം. ശരി വേഗം വാ. എന്റെ ഏട്ടൻ എണീപ്പിക്കാനാണ് ഇത്തിരി പാട്. അത് ഇത്തിരി ഒന്നല്ല, ഒത്തിരിയാ. വേഗം നടക്ക്. ഏട്ടാ ഏട്ടാ വേഗം എടുത്ത്, വേഗം എനിക്ക്. എന്താണ് കൃതി? അതെ അതെ ആരോട്ടാ, വേഗം എനിക്ക്. ഒന്ന് പോ കുഞ്ഞ്, ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങാണ്. ഓ ഇങ്ങനെ ഒരു സാധനം ഒന്ന് എന്നെയൊക്കെ ആരുവേട്ടാ. കുട്ടേട്ടാ എന്താണ് പൊന്നെ? ഇന്ന് ഞായറാഴ്ചയാ, മറന്നോ? നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുള്ളല്ലോ കുളത്തിൽ പോയി കുളിക്കാന്ന്. ആ ഞാനത് മറന്നുപോയി, ഞാൻ എണീക്കട്ടെ. ഓക്കേ. കണ്ടാ, ഇതാണ് കുട്ടേട്ടൻ എത്ര പെട്ടെന്ന് എണീറ്റ്. ഈ സാധനം എനിക്കുണ്ടെന്ന് എണീക്കേട്ടാ. ആകെ കിട്ടുന്നൊരു ഞായറാഴ്ച, അതെന്നെ ഓർക്കാൻ വിടടി.
ഇല്ല മിസ്റ്റർ കാട്ടുമാക്കാൻ, നിങ്ങൾ എണീറ്റേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും. എടി പൊട്ടാസേ, മര്യാദയ്ക്ക് എൻ്റെ അടുത്തുനിന്ന് പൊക്കോ. ഞാൻ കിടന്ന് കുറച്ചാലും കൂടി കിടന്ന് ഉറങ്ങട്ടെ. ഓ അങ്ങനെയാണല്ലേ. വേണ്ട, ഞാൻ എണീറ്റു. എടക്കൂട്ടാ പോവാ നമുക്ക്. പിന്നെന്താ വാ. അമ്മ, അച്ഛ, ഞങ്ങൾ കുളത്തിൽ പോയി കുളിച്ചിട്ട് വരാട്ടോ. പോകുന്നതൊക്കെ കൊള്ളാം, നാട്ടാരെ പറയിപ്പിക്കരുത് രണ്ടും കൂടി. അതാരെ കുറിച്ചാ? വേറെ ആര്? കൃതിമോളും ആരും. അച്ഛാ, എന്തേ സത്യല്ലേ പറഞ്ഞത്? രണ്ടെണ്ണം കണ്ട കീരിയും പാമ്പുവാ. ഇങ്ങനെ ഞാൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ജ്യോതിയും വരുണായിരുന്നു. അത് പിന്നെ അങ്ങനെയല്ലേ, വരുണ്ട സ്വഭാവം കറക്റ്റ് ആദിക്കും, ജ്യോതിയുടെ സ്വഭാവം കറക്റ്റ് ആരൂനം കിട്ടിയേക്കുന്നേ. അതെ അതെ. എന്നാ പിന്നെ ഞങ്ങൾ പോയി കുളിച്ചിട്ട് വരാച്ചാ. ആടാ ചെല്ലേ. ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണ്ടേ? പിള്ളേരുള്ളതല്ലേ. എന്തായാലും മത്സ്യമാംസാദികൾ അവർക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ വല്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന വല്ല പച്ചക്കറി വെച്ചു കൊടുക്ക്. ശരി മനോട്ടാ. കാറിന്റെ ഹോണല്ല കേൾക്കുന്നേ. പുറത്ത് ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ആ മനുവേട്ടാ. ആ ചാരു. അളിയ നമ്മളെ കൂടി പരിഗണിക്കണം. അളിയ ജെദിനെ. എടവേ, ഒരു വാക്ക് നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എയർപോർട്ടിൽ വന്ന് നിൽക്കില്ലായിരുന്നോ? അപ്പൊ എങ്ങനെയാ അളിയ സർപ്രൈസ് ആവാ? സർപ്രൈസ് ആക്കാൻ വേണ്ടിയല്ലേ പറയാണ്ട് വരുന്നത്. ഞാൻ ശരിക്കും സർപ്രൈസ് ആയി. ആരാ മനുവേട്ട വന്നേ? നാത്തൂനെ, ഇതാര്? ചാരു വന്ന കാലി നിൽക്കാതെ അകത്തേക്ക് കയറി വരൂ. ആ നാത്തു, സാധനങ്ങളൊക്കെ എടുക്കട്ടെ. എടി, അത് ഞാനും അവനെടുത്തോളാം, നീ അകത്തേക്ക് കയറ്. അതെ, അത് അവരെടുത്തോളും. അല്ല, കൊച്ചു വന്നില്ലേ? ഇല്ല, അവന്റെ ഏതൊരു സുഹൃത്തും ഇന്ന് തന്നെ കേരളത്തിലേക്ക് വരുന്നുണ്ട് അത്രേ. അപ്പൊ അവന്റെ കൂടെ അവൻ വരാന്ന്. ആ, എന്നാ പിന്നെ കുഴപ്പമില്ല. അല്ലളിയ, ഇവിടെ ഒച്ചയിനൊക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. പിള്ളേരെന്തേ? ഓ, നാലും കൂടി കുളിക്കാൻ വേണ്ടി കുളത്തേക്ക് പോയിട്ടുണ്ട്. ഇനി എപ്പോ എത്തുന്നു ദൈവത്തിനറിയാം. ജ്യോതിയുടെ രണ്ടു കൂടെ തന്നെയാണല്ലേ? ചില ദിവസങ്ങളില്, ചില ദിവസം ഇവിടത്തെ ഉള്ള ഏറ്റങ്ങൾ അങ്ങോട്ട് പോകും. വേറെ ആരോ വന്നിട്ടുണ്ടല്ലോ, നോക്കട്ടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജോയ്സ് ചാനൽ. നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം നാഗകുലത്തേക്ക്. ഒരുപാട് കാലമായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എല്ലാവരും റിക്വസ്റ്റ് പറഞ്ഞിരുന്നു നാഗരാജാവിന്റെ നാഗറാണിയുടെ സ്റ്റോറിക്ക് ശേഷം എന്ത് വേറെ കഥകളൊന്നും ഇല്ലാത്തീന്ന്. അതാ ബാക്കി കഥയുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ എത്തി. സംശയമില്ല, ജ്യോതിയും വരണം ലാൻഡഡ്. ജ്യോതിയും വരണം മാത്രല്ല ഞങ്ങളുണ്ടെന്നേ. ഓ മൈ ഗോഡ് മാൻ. ജാനുനാഥു, ശ്രീകുട്ടി, ചാരു, കിച്ചു മാൻ, മിസ് യുടാ. മിസ് യു ബ്രോ. ഈ മീനുകൾ എന്താന്നറിയോ ഈ വെള്ളത്തിൽ കിടന്ന് നീന്തുന്നേ? എന്താ? അവർക്ക് നടക്കാൻ കാലില്ലാത്തോണ്ട്. ഒരു പൊട്ടിക്ക് ഒരു പൊട്ടി കൂട്ട്. ഓഹോ, എന്നാ പറ, എന്തുകൊണ്ടാ മീനുകൾ വെള്ളത്തിൽ കിടന്ന് നീന്തുന്നേ? അത് പിന്നെ വെള്ളത്തിലും കരയിലും ജീവിക്കാനായിട്ട് അവറ്റും ഉഭയജീവികളല്ല. മീനാണ് മീൻ, വെള്ളത്തിലേ ജീവിക്കൂ. ഓ, ഞങ്ങൾക്ക് അറിയാട്ടോ. എന്നിട്ടാ ഈ മണ്ടത്തരം പറഞ്ഞേ? ആ, ഞങ്ങൾ വലുതും പറയും. മതി മതി, ഒരുപാട് സമയമായി. വാ, വെള്ളത്തിൽ നിന്ന് കയറി പോവാം. ഓക്കെ കാളിദേവാ, അങ്ങ് പറഞ്ഞതുപോലെ. ആ, ദേ പിള്ളേര് വന്നു. അയ്യോ, താരത്. അയ്യോ, വേവയുടെ കുട്ടാപ്പി വന്നല്ലോ. മമ്മിയുടെ കുട്ടോ, ഇങ്ങോട്ട് വരൂ, ഒരു സെൽഫി എടുക്കണം. ഓ, നീ ദിവസം ഇതിനെ കാണുന്നതല്ലേ, നീ എനിക്കൊന്ന് വിട്ടു തന്നതിനെ. അയ്യോ, 3 പേര് വെച്ചുണ്ടാക്കിണ്ടിരിക്കൂ. ഞാൻ എല്ലാവരും അടുത്തേക്ക് വരാം. അല്ലെങ്കിൽ മേമിക്ക് കൂട്ടേറ്റനോട് മാത്രമേ സ്നേഹമുള്ളൂ, ഈ കൃതികനെ ആർക്കും വേണ്ട. അയ്യോ, നീ അങ്ങനെ പറയരുത്. പാപ്പന്റെ മോൾ ഇങ്ങോട്ട് വാ. അപ്പൊ ഞങ്ങൾ ആര് പുറംപോക്കാ? അയ്യോ, ഇങ്ങനെ രണ്ടുണ്ടായിരുന്നല്ലേ. ഇവിടെ വാട പിള്ളേരെ. ബാ, നമുക്ക് പ്ലാൻ ഇടാം. അയ്യോ, ഞാൻ കുറച്ച് ബിസിയാണ്. എനിക്കൊരു പടം വരയ്ക്കാനുണ്ട്, ഒരു കുട്ടിക്ക് വരച്ചു കൊടുക്കാന്ന് പറഞ്ഞത്. എന്നാ ചെല്ല്, നീ വരച്ചിട്ട് വാടാ. ശരി, ബാക്കിയുള്ളവരൊക്കെ എപ്പോ എത്തുന്നു നിങ്ങൾ അന്വേഷിച്ച് വെക്കേ. ആ ഏട്ടാ.
ഞാനിതെന്തിട്ട് വരച്ചു വെച്ചേക്കുന്നേ? ഇത് ആരുടെ കണ്ണ്? അങ്ങനെ എന്റെ മോനെത്തി. ഇനി നമുക്ക് പോയാലോ? പോവാ. എടോ ഉഷാറായിട്ട് നിക്കടാ. അവിടെ പോയിട്ട് നല്ല മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ ഇതൊക്കെ മാറും. മനസ്സിലായോ? ആ അമ്മ. എടാ നീ കാർ എടുക്ക്. ആച്ചാ. അച്ഛാ ഇനി എങ്ങോട്ടാ പോണ്ടേ? എടാ നീ അമ്പാട്ട് തറവാട് എവിടെയാന്ന് ചോദിക്കേ. ശരി ചേട്ടാ. ഈ അമ്പാട്ട് തറവാട് നേരെ പോയിട്ട് വലത്തോട്ട് പോയാൽ മതി. ഓ താങ്ക് യു. ഇതാ വീടെന്ന് തോന്നുന്നേ. എന്നാ വാ ഇറങ്ങ്, നമുക്ക് അകത്തേറി ചോദിക്കാം. ആ നിങ്ങൾ കയറി ചോദിക്കേ, ഞാൻ കാർ അങ്ങോട്ട് നീക്കിടട്ടെ. ആടാ. ആരാ? അമ്പാട്ട് തറവാടല്ലേ ഇത്? അതെ, ഞാൻ വരുണിന്റെ ഒരു കസിനാ. വരുൺ. എന്താണലിയാ ഇവരറിയോ? ഇതാരും വിനിതയോ? ഹായ് ഏട്ടാ. ഞാൻ വിചാരിച്ചു ഇപ്പൊന്നും എത്തൂലാന്ന്. ഇല്ല, അവന് നേരത്തെ വെക്കേഷൻ കിട്ടി, അപ്പൊ വേഗം കൊണ്ടുവന്നു. എന്നാകത്തേക്ക് കയറി. അവനോ? അവൻ കാറ് പാർക്ക് ചെയ്യാൻ പോയി, ഇപ്പൊ വരും. ആ ദാ വരുന്നു. അതാ പേര് ഭൈരവ്. ദേവി ഇതാണോ? എനിക്ക് തോന്നുന്നു മനുവേട്ടാ. എന്നാ കുട്ടനെ വേഗം വിളിക്കേ. ആ കുട്ടാ ഇങ്ങോട്ട് വന്നേ. എന്താ അമ്മ? सुन्दरतर पिनाकधर हर गङ्गाधर गजाचर्माभरधर गङ्गाधर गज चर्माभरधर चन्द्रचूड शिवशङ्कर पार्वती रमणा निनगे नमो नमः चन्द्रचूड शिवशङ्कर पार्वती रमणा निनगे नमो नमः गिला 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 गिनागे गिला 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 मनीषीले गिला 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 गिनागे गिला 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 मनीषीले मणिनागे गिला गिला गडिनागे गिला गिला पादाल मणिनागे गडिनागे गिला 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 गिनागे